ഫൈൻ. സ്റ്റെല്ല കുറച്ച് തിരക്കിലായിരുന്നു. കണ്ടിട്ട് കൊറേ നാളായല്ലോ. നീ ആരാടാ? ഞാൻ ആരാന്നടാ എന്നുള്ളത് പിന്നെ പറയാമടാ. ഇപ്പൊ തന്നെ പറയാം. ചൂടാവില്ലാടി. വെക്ക്, സമാധാനായിട്ടിരിക്കേ. ഇവിടെ നോക്ക്, നിനക്ക് ഇവിടെയല്ലേ വേണ്ടത്? അതിന് വഴി ഞാൻ ഉണ്ടായിത്തരാ. എന്ത് വഴി? ഒന്ന് തല്ലി ജയിക്കണം. തല്ലി ജയിക്കാനാ? നിങ്ങളാണ് ജയിക്കുന്നെങ്കിൽ ഇവിടെ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ഞാൻ കൊണ്ടുവന്നത്. ഇല്ലെങ്കിൽ ഞാനാണ് ജയിക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് 5000 രൂപ. ധൃതി വെക്കില്ലേ? ധൃതി വെക്കില്ല. ഇവിടെ വെച്ച് വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. ഇതൊരു സ്ഥാപനല്ലേ, ഇത് തല്ലി പൊളിക്കണ്ട. നാളെയാണ് മത്സരം. നാഷണൽ ഹൈവേയില് 5 കിലോമീറ്റർ പോയാൽ വലത്തോട്ട് തിരിഞ്ഞാൽ അവിടെ ഒരു മൈതാനം കാണാം. അവിടെ വെച്ച് നമുക്ക് നോക്കാം. ഓക്കെ? ഓക്കെ ഓക്കെ ഓക്കെ. മാറും. പണം കൊണ്ടുവന്നുണ്ടോ? പണം എനിക്ക് പുല്ലാണ്. പണം നിനക്ക് പുല്ലാണെങ്കിൽ നിന്റെ വീട്ടിലെ പശുവിനെ എരുമയ്ക്ക് കൊണ്ടുകൂടും. അത് തിന്നു. നീ തിന്നില്ലേ? ഞാൻ തിന്നു. ഞാൻ പുല്ല് തിന്നാനോ? എടാ ഇന്ന് കൂടെ പുല്ല് കത്തിച്ചിരിക്കുന്നു. എന്നാ അടിക്കാൻ ഇറങ്ങിക്കേ. അടിക്കാൻ ഞാനോ? പിന്നെ ഞാനാ അന്തോണി. Daddy, come on. എപ്പോഴും വെക്കാം, എങ്ങനെയും വെക്കേ, സമയത്തും വെക്കേ, പിന്നൊരു കാര്യം, ആര് ജയിച്ചാലും തോറ്റാലും പണം ഞാൻ എടുക്കും. Best performance, Prakash. ആ കാശിങ്ങതാ മോനെ, ഇത് ഞാൻ ബെറ്റ് വെച്ച് കാശാ. ഇതിൽ മോനെ അവകാശമില്ല. ഇത് ഞാൻ കടം വാങ്ങിച്ചു കൊടുക്കണം. അതെല്ലാം കൊടുക്കാനുള്ള കൊടുത്തിട്ട് കടം വീട്ടിയാ മതി. പറഞ്ഞത് കേക്ക്. ഇനിക്ക് ഇത് ഇടാനാ പറഞ്ഞ. ഇത് എന്തൊരു സാധനമാണോ? ഒരു 100 മില്ലടിക്കാൻ കടമടിക്കാം. കടമടിക്കാം. ബെറ്റും കെട്ടി കാശും വാങ്ങി മറ്റൊരുത്തനെ കൊണ്ട് ഇടിപ്പിച്ചിട്ട് നീയും അവനും കൂടി രക്ഷപ്പെടാമെന്ന് കരുതിയല്ലേ? ഞാനൊന്ന് ആഗ്രഹിച്ചാൽ അത് നടത്തിയേ തീരൂ.
ശേഷേ ഡാഡി പ്ലീസ്. സൈക്കിൾ സൂക്ഷിച്ചു കുട്ടി. ഞാൻ മനപ്പൂർവ്വം എടുത്തതാ. എന്തിന്? അശ്വലായിട്ട് ഒരു അടിനടന്നത് കണ്ടോ? ആ കണ്ടു. അതിലൊരാൾ ജയിച്ചത് കണ്ടോ? കണ്ടു. അയാളോട് നിങ്ങളെ ഫൗൾ കാണിച്ച ഓർമ്മയുണ്ടോ? ഫൗളോ? ആ ഫൗൾ. ഓ അതോ, നീ എവിടെ ഉണ്ടായിരുന്നു? ആ എന്റെ ഡാഡി ജയിച്ചത്. ഓ അത് ശരി. ആ ഫൗളിന് 100 രൂപയാണ് പിഴ. ഇപ്പൊ തരണം. അപ്പോ മോൻ അമ്മയോട് എത്ര രൂപ വാങ്ങിക്കാണും? അതിനെനിക്ക് അമ്മയില്ലല്ലോ. അമ്മ പണ്ടേ മരിച്ചു പോയില്ലേ. അയ്യോ, ഇപ്പൊ എന്റെ കയ്യിൽ രൂപയില്ല. ഇനി കാണുമ്പോ 500 രൂപ തരാം. 500 വേണ്ട, 100 മതി. അത് സാരമില്ല ആന്റി, ഒരു 4 ഫൗള് കൂടെ ചെയ്തോളാം. അത് ഡാഡിയോട് ചോദിച്ചിട്ട് ഓ പറയാം. ധാരാളം മതി. പോട്ടെ ആന്റി. ടാറ്റാ. ടാറ്റാ. ബൈ. അല്ല, നിങ്ങൾ കൂട്ടുകാരെ? എ സ്മാർട്ട് ബോയ് ഡാഡി. എന്നെ പോലെ തന്നെ അവനും. എങ്ങനെ? അവനും അമ്മയില്ല. ശരി, നമുക്ക് പോവാം. ആന്റി വാ ആന്റി. പീറ്ററെങ്കിൽ കാറിലേക്കുള്ള സാധനങ്ങൾ എടുത്ത് അകത്തേക്ക് വെച്ചേ. ശരി മോനെ. വാ ആന്റി വാ. വാ ആന്റി. അയ്യേ ഡാഡി കേൾക്കേ പപ്പി കേൾക്കേ പപ്പി കേൾക്കേ. ആരാ മോനെ അത്? വഴിയെന്ന് കിട്ടിയതാ. ഡാഡിക്ക് അറിയോ നോക്കിയേ. കൊച്ചമ്മയോടെ ഇരിക്കാൻ പറ. ഡാഡി ഇപ്പോ വരാം. കൊച്ചമ്മേന്ന് വിളിച്ച് ആളെ കളിയാക്കാതെ. എന്റെ പേര് മഞ്ജു എന്നാ. വാ ആന്റി വാ. ഓ, എന്റെ പേര് പീറ്റർ. മിസ്റ്റർ പീറ്റർ എന്ത് ചെയ്യുന്നു? ഞാനിവിടെ ഇങ്ങനെ കണ്ടക്ടറാണ്. കണ്ടക്ടർ, കോൺട്രാക്ടർ, പിന്നെ ബിസിനസ്, അങ്ങനെ 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 പോകുന്നു. ഓ. ഞാൻ നിങ്ങൾ ഇതിനു മുമ്പ് എവിടെയോ നിങ്ങളാണോ നിങ്ങളെ? ആരാ പീറ്ററെ? എടാ ജയ, നമ്മളൊന്ന് അടിച്ചു ജയിച്ചു വരുമ്പോഴേ നിന്റെ കർണക്ക് ടിക്കറ്റും തന്നല്ലേ. ഇവിടെ നോക്ക്, കിസ് തന്നേ. ആ പാർട്ടി ഇരിക്കും. കുടിക്കാൻ ആന്റി എന്താ ഒരു കഥകളി? ഡാഡി ആന്റി 500 രൂപ തരാന്ന് പറഞ്ഞു. എന്താ? വേണ്ട മോനെ, ആന്റി തമാശ പറഞ്ഞല്ലേ. തമാശ എന്താന്ന് ഞങ്ങൾ കൊണ്ടൊന്ന് അറിയട്ടെ. പറയില്ല മോനെ. നിങ്ങൾ രണ്ടുപേരും ആ കൊച്ചിന്റെ കയ്യിൽ പിടിച്ചു പറിക്കാതെ അതൊന്ന് പറഞ്ഞു തൊലക്കട്ടെ. ആന്റി ഡാഡിക്ക് 5 കിസിന് 500 രൂപ തരാന്ന് പറഞ്ഞു. ഒന്നുമില്ല. ആന്റി എന്റെ അടുത്ത് പറഞ്ഞു. അല്ല, ഇതെന്താണിത്? അല്ലെ, ഇതെന്ത് കളിയാണിത്? ഇതൊരു കളിയാണ്. എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. മനസ്സിലാക്കണം. മനസ്സിലാക്കണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാവണം.